അങ്ങനെ പാലക്കാടിൻ്റെ മുഖം ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരെയും പീഡന പരാതി. ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പാലക്കാട് സ്വദേശിന് നൽകിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിയില്ല ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ് എന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാലും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് സൂചന. ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ പരാതിയിലുണ്ടെന്നാണ് വിവരം. ബി.ജെ.പിയിലുള്ള പല നേതാക്കളോട് അറിയിച്ചിട്ടുണ്ടെന്നും പരാതി നൽകിയിട്ടുണ്ടെന്നും നീതി ലഭിക്കാത്തതിനാലാണ് പുതിയ നേതൃത്വം, രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വത്തിന് പരാതിക്കാരി രേഖാമൂലം പരാതി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരാതി കിട്ടിയെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പരാതി കിട്ടിയത്. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരൻ ബാംഗ്ലൂരിൽ പരിപാടി എന്തോ ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂരാണ്. മടങ്ങിയെത്തിയതിന് ശേഷം നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും അറിയിച്ചതെന്നാണ് യുവതി പറയുന്നത്. എന്തായാലും ഈ കൃഷ്ണകുമാർ രണ്ട് ദിവസം മുമ്പ് സന്ദീപ് ജി വാര്യരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ ആ വിറയൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു എന്തോ ഒന്ന് വരാനുണ്ടെന്ന്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരളീധര പക്ഷം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനും അവരുടെ നേതൃത്വവും ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ചെയ്താണെന്നാണ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാതൃകാപരമായി അവരെടുത്ത അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് മാറ്റിയതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹം മാറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, മാറ്റിയതുപോലെ ബി.ജെ.പിയും കൃഷ്ണകുമാറിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്ന് എനിക്കറിയാൻ വലിയ ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കേസ്, ബി.ജെ.പിക്കാർ ഇന്നലെ വരെ സ്ത്രീ സംരക്ഷണത്തിന് നീതിക്കും വേണ്ടി പോരാടിയവർ കൃഷ്ണകുമാറിൻ്റെ കേസിൽ എന്ത് ചെയ്യും എന്നറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി, നമസ്കാരം.